എസ്.ജെ.എം പുറത്തിറക്കുന്ന സുന്നത്ത് കുസുമം വരിക്കാരെ ചേർത്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ പേജാണ് നമ്മുടെ സുന്നത്ത് കുസുമം ചേർക്കുന്ന പേജ്. ഇതിൽ കുട്ടികളെയും ഉസ്താദുമാരെയും എല്ലാവരെയും ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന പേജിൻ്റെ ഏറ്റവും താഴെ കണ്ടിന്യൂ എന്ന ഈ ഗ്രീൻ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. സ്കീം 1-ൽ എത്ര സുന്നത്ത് കുസുമം ചേർത്തിട്ടുണ്ട് എന്നും സ്കീം 2-ൽ എത്രയാണ് ചേർത്തതെന്നും സ്കീം 3-ൽ എത്ര ചേർത്തതാണെന്നും മുഅല്ലിം വരിക്കാരെ ചേർത്ത സുന്നത്തിന് ചേർത്തത് എത്രയാണെന്നൊക്കെ ഇവിടെ കൃത്യമായി കാണും. ടോട്ടൽ അമൗണ്ട് 31,030 രൂപ എന്നാണ് ഇതിൽ കാണിക്കുന്നത്. നമുക്ക് ഈ പേയ്മെൻറ്റ് ഓൺലൈനിലൂടെ ചെയ്യാൻ കഴിയും. ഓൺലൈനിലൂടെ ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ടിന്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഈ പേജിൽ മറ്റുള്ള വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്നുകൂടി വിശദമായി അതിൻ്റെ ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നു, മദ്രസ വിഹിതം എത്രയെന്ന് കാണിക്കുന്നു, റേഞ്ച് മാഗസിൻ സെക്രട്ടറിക്ക് എത്രയാണ് കൊടുക്കേണ്ടത്, അത് കഴിച്ച് മദ്രസയുടെ വിഹിതവും റേഞ്ച് മാഗസിൻ സെക്രട്ടറിക്ക് കൊടുക്കേണ്ട വിഹിതവും കഴിഞ്ഞ് ബാക്കി സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇത്രയാണ്, 27,070 രൂപ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നിടത്ത് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പേ ഓൺലൈൻ, ഡയറക്റ്റ് ടു റേഞ്ച്. 2 ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് കൊടുക്കാം. ഒന്നുകിൽ ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്യാം. ഓൺലൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഓൺലൈൻ സെലക്ട് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ UPI ID വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ GPay പോലെയുള്ള UPI കൊണ്ടോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് പേ ഓൺലൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് വന്നിരിക്കും. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു ചോദ്യമാണ് മാഗസിൻ ഡെലിവറി ഓപ്ഷൻ. ഈ മാസിക നമുക്ക് ലഭിക്കേണ്ടത് എങ്ങനെയാണ്? സാധാരണ ഇതുവരെ നിങ്ങളുടെ റേഞ്ചിൽ പോസ്റ്റ് വഴിയാണ് വരുന്നതെങ്കിൽ പോസ്റ്റ് വഴി എന്നത് ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം. അല്ല, നിങ്ങൾ സാധാരണ അവിടെ പിക്കപ്പും വഴിയാണ് നിങ്ങൾക്ക് അവിടെ മാസിക കിട്ടിയിരുന്നുവെങ്കിൽ പിക്കപ്പ് എന്ന് സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ റേഞ്ച് മാഗസിൻ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തണം. നമുക്ക് സെൻഡ് ബൈ പോസ്റ്റ് എന്നാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ പോസ്റ്റ് വഴി വരേണ്ട, അതായത് ആ മദ്രസയിലേക്കുള്ള എല്ലാ മാസികകളും ഒന്നിച്ച് പോസ്റ്റ് വഴി വരും. അപ്പോൾ അവിടെ സദർ ഉസ്താദിൻ്റെ പേരും മറ്റുള്ള വിവരങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് പിക്കപ്പ് വഴിയാണ് വരുന്നതെങ്കിൽ പിക്കപ്പ് എന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് അടിക്കലോടുകൂടി നാം മനസ്സിലാക്കണം, ഇനി നമുക്ക് കുട്ടികളെയോ ഉസ്താദുമാരെയോ വരിക്കാരായി ചേർക്കാൻ കഴിയില്ല. നമ്മൾ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പേ ഓൺലൈൻ ഇവിടെ ടിക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം, ഒന്നുകിൽ പോസ്റ്റ് വഴി അല്ലെങ്കിൽ പിക്കപ്പ് വഴി. ഇത്രയും നമ്മൾ കൃത്യമായി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് ചെയ്യാം. മദ്രസാ തലത്തിൻ്റെ സദർ ഉസ്താദാണ് ഇത് ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നത്. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കും. ഒന്നുകൂടി എത്ര എമൗണ്ടാണ് പേ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈൽ നമ്പർ കാണിക്കും, നിങ്ങളുടെ മദ്രസയുടെ പേര് ഇവിടെ കാണിക്കും. അവിടെ സബ്മിറ്റ് എന്ന ഈ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഓൺലൈനായി എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് സെലക്ട് ആക്കാനുള്ള ഓപ്ഷൻ വന്നിരിക്കും. ഒന്നുകിൽ നെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം, വാലറ്റ് ഫെസിലിറ്റി ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം, കാർഡ്സ് എന്ന ഫെസിലിറ്റി, അതായത് ഡെബിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഡെബിറ്റ് കാർഡ് മുഖേന നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. UPI മുഖേനയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ UPI എന്ന് സെലക്ട് ചെയ്യുക. UPI സെലക്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അഡീഷണൽ കോസ്റ്റ് ഇല്ലാതെ, എക്സ്ട്രാ ചാർജ് ഇല്ലാതെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇവയിൽ നിന്ന് ഏത് സെലക്ട് ആക്കിയാലും നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് UPI എന്ന് സെലക്ട് ചെയ്യാം. UPI എന്ന് സെലക്ട് ചെയ്യുമ്പോൾ താഴെ നോക്കിയാൽ നമുക്ക് ഇവിടെ ഒന്നുകിൽ നിങ്ങളുടെ UPI ID ഇവിടെ എൻ്റർ ചെയ്യണം. അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ ഈ QR കോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. QR കോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ QR കോഡ് തെളിഞ്ഞു വരും. ഈ തെളിഞ്ഞു വരുമ്പോൾ നമ്മുടെ മൊബൈൽ എടുത്തുകൊണ്ട്,
അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു മൊബൈൽ എടുത്തുകൊണ്ട് GPay നമ്മൾ സെലക്ട് ചെയ്യാം. GPayയിൽ ഇത് സ്കാൻ ചെയ്യണം. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ള അമൗണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് പോകുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഈ പേജിലേക്ക് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയി എന്നുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഞാനിപ്പം ഇത് പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് സക്സസ് എന്നതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് ഇത് കണ്ട ഉടനെ നിങ്ങളുടെ GPayയിൽ നിന്ന് ഇത് സ്കാൻ ചെയ്യുകയും പേയ്മെൻറ്റ് സക്സസ് ആയി വരികയും ചെയ്യണം. സക്സസ് ആയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അമൗണ്ട് അവിടെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് എത്തിയിരിക്കും. ഇനി റേഞ്ച് മാഗസിൻ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് റേഞ്ചിൻ്റെ വിഹിതം അവരെ നേരിട്ട് ഏൽപ്പിക്കേണ്ടതാണ്.